PSC ട്യൂട്ടോറിയൽ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളത്തിൽ നടന്ന 6 സത്യാഗ്രഹങ്ങളെക്കുറിച്ചും സമരങ്ങളെക്കുറിച്ചും വിവരിക്കുന്നതാണ്. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 പുലയ ഈഴവ നായർ സമുദായാംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കളാണ് TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ. വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥ സവർണജാഥ. സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം അകാലികൾ എന്നറിയപ്പെടുന്നു. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. അതുപോലെ തന്നെ പെരിയോർ എന്നറിയപ്പെടുന്നതും EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കറുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം വൈക്കമാണ്. അടുത്തത് നിവർത്തന പ്രക്ഷോഭം. 1932 തിരുവിതാംകൂറിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധവുമായി ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് IC ചാക്കോ. PSCയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവൻ 1935. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1936. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷണർ GD നോക്സ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രമുഖ നേതാക്കൾ C കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്. മലബാർ കലാപം. മലബാർ ലഹളയുടെ കേന്ദ്രം തിരൂരങ്ങാടി. മലബാർ ലഹള നടന്ന വർഷം 1921. മലബാർ ലഹളയ്ക്ക് പെട്ടെന്നുള്ള കാരണം ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിന്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം വാഗൺ ട്രാജഡി എന്നാണ് അറിയപ്പെടുന്നത്. 1921 നവംബർ 20 വാഗൺ ട്രാജഡി നടന്നത്. മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കോയ തങ്ങൾ, അലി മുസ്ലിയാർ. മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താത്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് അലി മുസ്ലിയാർ. വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ സുമിത് സർക്കാർ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂർ. മലബാറിലെ മാപ്പിള ലഹളകളുടെ അടിസ്ഥാനം കാരണം ജന്മിത്തവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രഗത്ഭനായ മലബാർ കളക്ടർ വില്യം ലോഗൻ. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയത് വില്യം ലോഗൻ. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നതും മലബാർ ലഹളയാണ്. അടുത്തത് കയ്യൂർ സമരം. കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെടുന്നതാണ് കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്ന വർഷം 1941. PSCയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ്. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഹോസ്ദുർഗ്. സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരനാണ് സുബ്ബരായർ. അടുത്തത് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. സ്വാതന്ത്ര്യ തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം എന്നറിയപ്പെടുന്നത്. പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത് K ശങ്കരനാരായണൻ തമ്പി, TV തോമസ്, പത്രോസ് സുഗതൻ എന്നിവരാണ്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ CP രാമസ്വാമി അയ്യർ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. അടുത്തത് ഉപ്പ് സത്യാഗ്രഹം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം പയ്യന്നൂർ. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയാണ് AC കുഞ്ഞിരാമൻ അടിക്കോടി. വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന ഗാനം ഏത് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമാണ്? ഉപ്പ് സത്യാഗ്രഹം. വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള.
രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ.